ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സെയിൻസ് വണ്ടർ വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ ടേസ്റ്റിയായ നല്ലൊരു വിഭവമാണിത്. ഗുലാബ് ജാമുനൊക്കെ പോലെ നല്ല സോഫ്റ്റായൊരു വിഭവമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കുന്നതിന് മുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലായ സെയിൻസ് വണ്ടർ വേൾഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 അച്ച് ശർക്കര, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് ഉപ്പ്, പിന്നെ ഇളം ചൂടുള്ള വെള്ളം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു എംപ്റ്റി ബൗളിലേക്ക് ഇതെല്ലാം മിക്സ് ചെയ്യുക. മൈദയും കോൺഫ്ലോർ, ശർക്കര ഉരുക്കിയെടുക്കാനുള്ളതാണ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഈസ്റ്റ്, ഉപ്പ്, ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്കിട്ട് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണിത്. ഇതിലേക്ക് ഒഴിച്ച് നന്നായി കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് വെള്ളം കൂടെ ആവശ്യമുണ്ട്. നന്നായി കട്ടയില്ലാതെ ഒരു ദോശ ബാറ്ററിനേക്കാളും കുറച്ചുകൂടി കട്ടിയിൽ കലക്കിയെടുക്കുക. ഇതേ കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് 2 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയെടുക്കാം. ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ചുട്ടെടുക്കാം. ഞാൻ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓരോ സ്പൂൺ മാവ് എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി. ഇനി മറിച്ചിട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത്. കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ യെല്ലോ ഫുഡ് കളറിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് മഞ്ഞൾപ്പൊടി തന്നെയാണ്. ഇനി 2 ഭാഗവും ഗോൾഡൻ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കാം. ഇനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും പൊരിച്ചെടുക്കാം.
ഇനി ഇത് തയ്യാറാക്കിയ ശർക്കരപ്പാനിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇത് നന്നായി ശർക്കരപ്പാനിയിൽ മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയായ നല്ലൊരു 4 മണി പലഹാരമാണിത്. ഇനി ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഗുലാബ് ജാമുനൊക്കെ പോലെ നല്ല സോഫ്റ്റായൊരു പലഹാരമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഇനിയും പുതിയ പുതിയ വിഭവങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.